നമസ്കാരം സുഹൃത്തുക്കളെ. അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം എയർബേസ്, അമേരിക്ക അവിടെ ചെയ്ത സ്ട്രാറ്റജി, ഇന്ത്യയുടെ മേൽ വീണ ആരോപണങ്ങൾ ഇപ്പോ അതേ അമേരിക്കയ്ക്ക് തലവേദനയായി മാറി. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണം ഇന്ത്യയ്ക്ക് എത്രയോ തവണ മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഇപ്പോ താൻ തന്നെ വിരിച്ച വലയിൽ താൻ തന്നെ ചിക്കി. ബഗ്രാം വിട്ടുപോകേണ്ട അവസ്ഥ വന്നു. സത്യത്തിൽ ഇന്ത്യ എടുത്ത ഭാവി പ്ലാൻ അമേരിക്കയെ അതിന്റെ അതിരുകൾക്കുള്ളിൽ തന്നെ നിർത്തി. അമേരിക്ക കരുതി ബഗ്രാം പിന്നിൽ ചില രഹസ്യ പ്ലാനുകൾ ഇടാമെന്ന്, ഇന്ത്യയ്ക്ക് അറിയാതിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്. ഇന്ത്യ ഇത് മുൻകൂട്ടി അറിഞ്ഞു മാത്രമല്ല, പ്രതികാര നടപടികളിൽ അമേരിക്കയ്ക്ക് പാഠം പഠിപ്പിച്ചു. ഫലമായി അമേരിക്ക ബഗ്രാമിൽ നിന്ന് പിൻവലിയേണ്ടി വന്നു. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും ബഗ്രാം ബേസ് കാര്യത്തിൽ തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തി വന്നു. ഇന്ത്യ അവിടെ സ്ഥിരം കേന്ദ്രം സ്ഥാപിച്ചാൽ കടുത്ത നിരോധനങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. താലിബാൻ ഭരണത്തിനും അദ്ദേഹം മുന്നറിയിപ്പുകൾ നൽകി. അഫ്ഗാനിസ്ഥാന് ഏറ്റവും കഠിനമായ സമയം വരുമെന്ന് പറഞ്ഞു. അതിനുശേഷം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയ്ക്ക് വെറും 18 മണിക്കൂർ അൾട്ടിമേറ്റം വന്നു. ലോകം മുഴുവൻ കോളിളക്കം. അമേരിക്ക ഇപ്പോ എന്ത് ചെയ്യാനാണ് പോകുന്നതെന്ന് എല്ലാവരും ചിന്തിച്ചു. ഒരു വാർത്ത ലോകം മുഴുവൻ പടർന്നു. അമേരിക്ക തങ്ങളുടെ ബിഡു ബോംബർ വിമാനങ്ങൾ അഫ്ഗാനിസ്ഥാൻ ദിശയിലേക്ക് അയച്ചുവെന്ന്. അത് കേട്ടതും ലോകം വിറച്ചു. ബിഡു ബോംബർ എന്നാൽ ഭീകരമായ വിനാശകരമായ എയർ സ്ട്രൈക്കിന്റെ സിഗ്നൽ. ഈ വിമാനങ്ങൾ വലിയ തോതിൽ ബോംബിംഗിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയാണ്. ഈ മുന്നറിയിപ്പ് അഫ്ഗാനിസ്ഥാൻ മാത്രമല്ല, നേരിട്ട് ഇന്ത്യയ്ക്ക് തന്നെ. പക്ഷേ ഇപ്പോ ഇന്ത്യയുടെ സ്ട്രാറ്റജിയിൽ അമേരിക്ക തന്നെ ചിക്കി. ഇന്ത്യയ്ക്കെതിരെ പ്ലാൻ ചെയ്തത് ഇപ്പോ തനിക്ക് തന്നെ നഷ്ടമായി. അതിൽ നിന്ന് പുറത്തുവരാൻ വഴി ഒന്നും കാണുന്നില്ല. ബഗ്രാം എയർ ബേസിൽ 50% ഭാഗത്തിന് അവകാശം വേണമെന്ന് അമേരിക്ക സ്വപ്നം കണ്ടു. പക്ഷേ ആ സ്വപ്നം ഇപ്പോ തകർന്നു. ബിഡു ബോംബറുകൾ പോലും ഫലം കാണിച്ചില്ല. ഈ മൊത്തം സാഹചര്യത്തിന് പിന്നിൽ യാഥാർത്ഥ്യം എന്താണ്? ഏറ്റവും പുതിയ വിവരം എന്താണ്? ഇന്ത്യ എങ്ങനെ അമേരിക്കയെ പിന്നോട്ട് തള്ളി? ബഗ്രാം ബേസിന് മേൽ തങ്ങളുടെ ദേശീയ അവകാശങ്ങൾ വീണ്ടും എങ്ങനെ സ്ഥാപിച്ചു? ഇന്ത്യൻ സൈന്യം ബഗ്രാം സംരക്ഷണത്തിനായി കഴിഞ്ഞ 24 മണിക്കൂറുകളിൽ എത്ര ഏർപ്പാടുകൾ ചെയ്തു? ആ സംഭവങ്ങൾ വ്യക്തമായി കാണിക്കുന്നു. ഇപ്പോ അമേരിക്ക നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അമേരിക്ക തന്നെ. കാരണം ഇന്ത്യ ആ രാജ്യത്തിന്റെ ബിഡു ബോംബറിന് മേൽ കണ്ണുവെച്ചത് മാത്രമല്ല, അമേരിക്കയുടെ മൊത്തം പ്ലാൻ തന്നെ തകർത്തു. ഈ മൊത്തം കേസിനെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ, ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഞങ്ങൾ ഈ ചർച്ചയിൽ നിങ്ങൾക്ക് പറയും. ഞങ്ങളുടെ ചാനലിനൊപ്പം തുടരൂ. ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യൂ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ എല്ലാ പ്രധാന വിവരങ്ങളും ആദ്യം നിങ്ങൾക്ക് ലഭിക്കും. സുഹൃത്തുക്കളെ, ഇന്ത്യ ബഗ്രാം വെറും തന്ത്രപരമായി മാത്രമല്ല, തങ്ങളുടെ എയർഫോഴ്സ് സൗകര്യത്തിന് ശക്തമായ സൈനിക കേന്ദ്രമായി മാറ്റി. ലോകം ഇന്ത്യ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നു എന്ന് കരുതിയപ്പോൾ ഇന്ത്യ ബഗ്രാമിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ച് അതിനെ പൂർണ്ണ സൈനിക ക്യാമ്പാക്കി മാറ്റി. അമേരിക്കയുടെ ഇന്റലിജൻസ് ബ്യൂറോകൾക്ക് ആ കാര്യം അറിയാൻ വൈകി, വളരെ വൈകി. ഫലമായി ഇന്ന് ഇന്ത്യ ലോകവേദിയിൽ അമേരിക്കയെ വിറപ്പിച്ചു കാണിച്ചു. ഈ ചരിത്ര വിജയത്തിന് ഇന്ത്യ ചെയ്ത വലിയ ശ്രമങ്ങൾക്ക് കമന്റിൽ ഒരു ജയ് ഹിന്ദ് തീർച്ചയായും എഴുതൂ. അതോടൊപ്പം നിങ്ങൾ ഏത് പ്രദേശം, നഗരം അല്ലെങ്കിൽ ഗ്രാമത്തിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്നും അതും കമന്റിൽ തീർച്ചയായും എഴുതൂ. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്തിന് അനുസൃതമായ കൃത്യമായ വിവരങ്ങൾ കൂടുതൽ നന്നായി നൽകാൻ കഴിയും. സുഹൃത്തുക്കളെ, ബഗ്രാം എയർ ബേസിനടുത്ത് ഏറെ നാളായി അമേരിക്ക തങ്ങളുടെ അവകാശവാദം ഉന്നയിച്ചുവരുന്നു. അതേ അമേരിക്ക ഒരു കാലത്ത് ബഗ്രാമിൽ നിന്ന് പോയി. പക്ഷേ ഇപ്പോ ബഗ്രാമിൽ കുറഞ്ഞത് 25% ഓഹരി തനിക്ക് വേണമെന്ന് പറയുന്നു. പക്ഷേ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം വളരെ കൂടുതൽ. നിങ്ങൾ മനസ്സിലാക്കിയാൽ അത്ഭുതപ്പെടും. നിങ്ങളുടെ കാലുകൾ വിറയ്ക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക മറ്റ് രാജ്യങ്ങളോടൊപ്പം ചേർന്ന് ആ ശാന്തി പ്രക്രിയയെ പരാജയപ്പെടുത്താൻ പ്ലാൻ തയ്യാറാക്കുന്നു. ഇന്ത്യ ചെയ്ത എല്ലാ ശ്രമങ്ങളും വിജയിക്കാതിരിക്കാൻ അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യയുടെ എയർ ബേസ് പ്രോജക്റ്റിനെ സ്ഥിരമായി നിർത്താൻ ഒരു വലിയ ഗൂഢാലോചന തുടങ്ങി. ഈ ഗൂഢാലോചനയിൽ അമേരിക്ക മാത്രമല്ല, സൗദി അറേബ്യ, ടർക്കി തുടങ്ങിയ രാജ്യങ്ങളും പങ്കാളികൾ. സൗദി അറേബ്യ, ടർക്കി ഇപ്പോൾ തന്നെ ഇന്ത്യയോട് ശത്രുതാ മനോഭാവത്തിലാണ്. നിലവിലെ അമേരിക്കൻ നേതാവ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യയുമായി സൗഹൃദ ബന്ധങ്ങൾക്ക് അകലെയാണ്. ഇത്തരം സാഹചര്യത്തിൽ ഈ 3 രാജ്യങ്ങളുടെ സഖ്യം ഇന്ത്യക്കെതിരെ നടപടി എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇന്ത്യ പിന്മാറിയില്ല. അത്ഭുതകരമായ ഡിപ്ലോമസി കാണിച്ചു. ഇതിനു മുൻപ് ഒരിക്കലും കാണിച്ചിട്ടില്ലാത്ത ഡിപ്ലോമസി. ലോകം കരുതി ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാമിൽ ഒറ്റയ്ക്കായിരിക്കും, മറ്റ് പങ്കാളികൾ ആരും ഉണ്ടാകില്ല, അമേരിക്ക അതിന് പിന്നാലെ വീഴുമെന്ന്.
പക്ഷേ നടന്നത് കണ്ട് ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടു. ഇപ്പോ ഇന്ത്യ ബഗ്രാം എയർ ബേസിനെ തങ്ങളുടെ സൈനിക കേന്ദ്രമാക്കി മാറ്റി. അത്ര മാത്രമല്ല, 28-ൽ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ നേടി. ഇത് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് കഴിവിന്റെ മനോഹരമായ ഉദാഹരണം. അമേരിക്കയ്ക്ക് ഈ കാര്യത്തിൽ ചെറിയ ക്ലൂ പോലും ലഭിച്ചില്ല. ഇന്ത്യ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ബഗ്രാമിൽ 51-ൽ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ നേടി. അത് സാധാരണ പിന്തുണയല്ല, വലിയ ഷോക്ക്. എപ്പോ വന്നു എന്നാൽ ഇന്ത്യയ്ക്ക് 51 രാജ്യങ്ങളോടൊപ്പം റഷ്യ, ഇസ്രായേൽ പ്രധാന സഹകരണം നൽകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ. ഇനിയും രസകരമായത് എന്താണെന്നാൽ ജപ്പാൻ, ഓസ്ട്രേലിയ കൂടി ഇന്ത്യയ്ക്ക് പിന്തുണ നൽകി. ഇത് ലോകവേദിയിൽ പ്രശംസനീയമായി. ഈ കാര്യം ലോകം ഇത്രയധികം ശ്രദ്ധിച്ചില്ല. ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ വെറും സൈനിക കേന്ദ്രം മാത്രമല്ല, ലോകത്തെ പ്രധാന ശക്തികളിൽ ഒന്നായി നിലകൊണ്ടു. ഇന്ത്യ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ലോകം മുഴുവൻ ബഗ്രാമിൽ കഴിഞ്ഞ ചില ദിവസങ്ങളായി എത്ര തീവ്രമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് കണ്ടു. ഇന്ത്യയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളിൽ നിന്ന് പ്രത്യേക കമാൻഡോ യൂണിറ്റുകൾ വരെ അവിടെ നിയോഗിച്ചു. അതിനുശേഷം ഇന്ത്യ തങ്ങളുടെ ഏറ്റവും നൂതനമായ എയർ ഡിഫൻസ് സിസ്റ്റം S-400 പൂർണ്ണ തോതിൽ അവിടെ സ്ഥാപിച്ചു. ലോകം ശ്രദ്ധിച്ചു. എയർ ഡിഫൻസ് സിസ്റ്റത്തിനു ശേഷം തങ്ങളുടെ എയർഫോഴ്സിനെയും അവിടെ നിലയുറപ്പിച്ചു. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തുടർച്ചയായി ആകാശത്ത് നിരീക്ഷണം നടത്തുന്നു. ഇതെല്ലാം ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ നടക്കുന്നു. ഇത് ചരിത്രത്തിൽ വളരെ വലിയ ചുവടാണ്. സത്യത്തിൽ അമേരിക്ക ഇന്ത്യയുടെ വളരുന്ന ശക്തിയെ കണ്ട് ഭയപ്പെട്ടു. അമേരിക്കയ്ക്ക് ഇപ്പോ മനസ്സിലായി ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം പ്രവർത്തിക്കുന്നില്ലെന്ന്. അതിനാൽ ഇന്ത്യക്കെതിരെ ഒരു വലിയ പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാൻ എന്താണെന്നാൽ അഫ്ഗാനിസ്ഥാനിൽ തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ സാവധാനം കടത്തുന്നത്. ആ വിമാനങ്ങൾ F-35 മോഡൽ ആണെങ്കിൽ ഇന്ത്യ ആ പ്ലാൻ മുൻകൂട്ടി തകർത്തു. പക്ഷേ അമേരിക്ക ഇനി പരാജയം സമ്മതിച്ചില്ല. പിന്നീട് തങ്ങളുടെ ഏറ്റവും മാരകമായ ആയുധം, ലോകത്തിലെ ഏറ്റവും വലിയ ബോംബ് ബ്ലാസ്റ്റർ ബിഡ്സ്പിരിറ്റ് ബോംബറിനെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചു. ഇത് അമേരിക്കയുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജികളിൽ ഒന്നാണ്. ഇതിൽ ടർക്കി, സൗദി അറേബ്യയും പങ്കാളികൾ. അഫ്ഗാനിസ്ഥാൻ അതിർത്തി ടർക്കിയോ സൗദിയോട് നേരിട്ട് ചേരുന്നില്ലെങ്കിലും കടൽ മാർഗത്തിലൂടെ സൗദി അറേബ്യ കടന്ന് ടർക്കി വഴി അഫ്ഗാനിസ്ഥാനിലെത്തുന്നത് എളുപ്പമാണ്. അതിനാൽ അമേരിക്ക ബിഡു ബോംബറിനായി ടർക്കി വഴി സൗദി അറേബ്യയിലേക്ക് പോയി അഫ്ഗാനിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന പൂർണ്ണ സ്ട്രാറ്റജി തയ്യാറാക്കി. ഈ പ്ലാൻ വിജയിച്ചാൽ ചൈനയുമായി നടക്കുന്ന വ്യാപാര കരാറുകളിൽ കടുത്ത ആഘാതം വരും. ഏറ്റവും കൂടുതൽ നഷ്ടം ഇന്ത്യക്ക്. അമേരിക്ക ഈ പ്ലാൻ വഴി ബഗ്രാം മേഖലയിൽ 50% അധികാരം നേടണമെന്ന് കരുതി. അമേരിക്കയ്ക്ക് വിശ്വാസം ബിഡു ബോംബർ വഴി പ്രവേശിക്കുമ്പോൾ ബഗ്രാം എളുപ്പത്തിൽ കയ്യിലാകുമെന്ന്. പക്ഷേ അത് മറന്നു. ഇത്തവണ എതിരിൽ നിൽക്കുന്നത് സാധാരണ രാജ്യമല്ല, അത് ഇന്ത്യ ശത്രുവിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുൻപ് അവന്റെ ദൗർബല്യം കണ്ടെത്തി പിടിക്കുന്നത്. അതാണ് ഇന്ത്യ. ഇവിടെയും ഇന്ത്യ അതേ ചെയ്തു. അമേരിക്ക കരുതി ഇന്ത്യക്ക് തങ്ങളുടെ പ്ലാൻ അറിയില്ലെന്ന്. പക്ഷേ ഇന്ത്യ ഉദ്ദേശിച്ച് അത്തരം മായം സൃഷ്ടിച്ചു. സത്യത്തിൽ ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾ അമേരിക്കയുടെ മൊത്തം സ്ട്രാറ്റജി മുൻകൂട്ടി പുറത്തുവിട്ടു. ഇന്ത്യക്ക് അമേരിക്ക എടുത്ത എല്ലാ നടപടികളുടെയും മുൻകൂട്ടിയുള്ള വിവരം ലഭിച്ചു. കാരണം ഇന്ത്യ തങ്ങളുടെ സുരക്ഷാ സംവിധാനത്തിന്റെ റഡാർ നെറ്റ്വർക്ക്, ഉപഗ്രഹ സംവിധാനം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറാൻ, റെഡ് സീ വരെ മുൻകൂട്ടി സജീവമാക്കി. അമേരിക്കയുടെ ബിഡു ബോംബർ പ്രവേശനത്തെക്കുറിച്ച് അറിഞ്ഞ ഉടനെ ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് സന്ദേശം അയച്ചു. ഇന്ത്യയുടെ റഡാറിനൊപ്പം ബിഡു ബോംബറിനെ ട്രാക്ക് ചെയ്തു. ഈ സംഭവം ലോകത്തെ അത്ഭുതപ്പെടുത്തി. ബിഡു ബോംബറിനെ സൂപ്പർ സ്റ്റെൽത്ത് ബോംബർ എന്ന് വിളിക്കുന്നു. ഇതുവരെ ഒരു റഡാറും ഇതിനെ പിടിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോ ഇന്ത്യ അതിനെ ട്രാക്ക് ചെയ്ത് ഉടനെ അമേരിക്കയ്ക്ക് മനസ്സിലായി ഇന്ത്യയോട് മത്സരിക്കുന്നത് അപകടകരമാണെന്ന്. അങ്ങനെ അമേരിക്ക ഇപ്പോ പുതിയ ചുവട് വെക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക തങ്ങളുടെ സൈന്യത്തെ ബഗ്രാമിലേക്ക് വീണ്ടും ഇറക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അമേരിക്ക ഇപ്പോ ഇന്ത്യയുമായി ചർച്ചയുടെ തലത്തിലെത്താൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി വന്നവർ ഇപ്പോ ഇന്ത്യ ബഗ്രാമിന്റെ 50% ഭാഗം അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം അമേരിക്ക ഇവിടെ വെറും സൈനിക പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആഫ്രിക്ക, പടിഞ്ഞാറൻ പ്രദേശങ്ങൾ വരെ തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു. അമേരിക്ക തങ്ങളുടെ നിയന്ത്രണം വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അമേരിക്ക പ്രധാനമായും ഇന്ത്യയെയും ചൈനയെയും ലക്ഷ്യമിട്ടിരിക്കുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഇരുവരെയും കീഴടക്കാൻ എപ്പോഴും താൽപര്യം. അതിലൂടെ തങ്ങളുടെ ഭരണം ശക്തമായി നിലനിൽക്കും. ഇന്ത്യയ്ക്ക് വളരുന്ന ശക്തി. ബഗ്രാം എയർ ബേസിനെ അമേരിക്കയ്ക്ക് നിസ്സഹായമാക്കി. ഇന്ത്യ ബഗ്രാമിനെ തങ്ങളുടെ സ്ഥിരം താവളമാക്കിയാൽ അത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടം. കാരണം അങ്ങനെയെങ്കിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കും. ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ എതിരാളികളിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിയന്ത്രണം നേടും.
അതിനാൽ അമേരിക്കയും ചൈനയും മുൻപ് പരസ്പരം മത്സരിച്ചു. ഇപ്പോ ഇന്ത്യക്കെതിരെ ഒന്നായി കാണപ്പെടുന്നു. അമേരിക്ക ചൈന ഇടയിൽ ഒരു ഉന്നതതല സമ്മേളനം നടക്കാനിരിക്കുന്നു. ഔദ്യോഗികമായി ഇതിനെ വ്യാപാര കരാർ അല്ലെങ്കിൽ നികുതി ചർച്ച എന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ചില വിലയേറിയ ധാതുക്കളുടെ വ്യാപാരം ബഗ്രാമിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തമാകുന്നതിനാൽ രണ്ട് രാജ്യങ്ങളും ഭയപ്പെടുന്ന കാര്യത്തിൽ സംസാരിക്കാൻ ഇരുവരും ചേർന്ന് ഇന്ത്യക്കെതിരെ പ്ലാൻ ചെയ്യുന്നു. എന്നിരുന്നാലും ഇന്ത്യ വ്യക്തമാക്കി ബഗ്രാമിൽ തങ്ങളുടെ സൈന്യത്തിന്റെ ജാഗ്രത തുടരും. മറുവശത്ത് അമേരിക്ക തങ്ങളുടെ പാരാ കമാൻഡോകളെ നിയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയ്ക്ക് വെറും 18 മണിക്കൂർ സമയം നൽകി. ഇത് വെറും മുന്നറിയിപ്പ് മാത്രമല്ല. ബഗ്രാം എയർ ബേസിൽ അമേരിക്കയുടെ വിമാനങ്ങൾ സൈനികർ ഇറങ്ങാൻ അനുമതി കൂടി. ചിന്തിച്ചു നോക്കൂ, ബഗ്രാം എയർ ബേസ് അമേരിക്ക ഒരു കാലത്ത് വിട്ട് തങ്ങളുടെ സൈന്യം വീണ്ടും വരില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോ ഇന്ത്യയുടെ ശക്തമായ മുന്നേറ്റം കാരണം അതേ അമേരിക്ക ഇന്ത്യയോട് അനുമതി ചോദിക്കുന്നു. ഇതിലൂടെ വ്യക്തമാകുന്നു ഇന്ത്യയുടെ വളരുന്ന പ്രാധാന്യം, കഴിവ്. അമേരിക്കയെ മാത്രമല്ല ബോധ്യപ്പെടുത്തുന്നത്, തുല്യ വെല്ലുവിളികൾ നേരിടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അമേരിക്ക ഇപ്പോ തങ്ങളുടെ നടപടികളിൽ നിന്ന് പിന്മാറുമോ? ബഗ്രാമിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്താൻ ചെയ്യുന്ന ശ്രമങ്ങൾ ഉപേക്ഷിക്കുമോ? ഇന്ത്യ എന്ത് ചെയ്യണം? അമേരിക്കയുടെ ആവശ്യം അംഗീകരിച്ച് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണോ അതോ നിരസിക്കണോ? സുഹൃത്തുക്കളെ, ഈ അത്ഭുതകരമായ വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ചിന്തകൾ കമന്റ് ബോക്സിൽ തീർച്ചയായും പങ്കുവെക്കൂ. ഇന്ത്യയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൾ ആക്കി മറക്കരുത്.